TV ചാനലുകളിലെ ഏറ്റവും പുതിയ തരംഗമായ റിയാലിറ്റി ഷോയിലൂടെ കണ്ണഞ്ചിപ്പിക്കുന്ന സമ്മാനങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഒരു കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇതാ ഒരു എത്തിനോട്ടം. നമസ്കാരം, ഞാൻ ആൻഡപ്പൻ. ഈ വീടിന്റെ ഗൃഹനാഥൻ. ആൻഡപ്പൻ എന്ന പേര് പോലെ തന്നെയാണ് എന്റെയും അവസ്ഥ. ഈ വീട്ടിലുള്ള എന്റെ കുരുത്തം വെട്ട മക്കൾ എവിടെ പോയി എന്തിടങ്ങേറുണ്ടാക്കിയാലും അവരുടെ പേരിന്റെ കൂടെ ആൻഡ് അപ്പൻ എന്നുകൂടെ അങ്ങ് ചേർക്കും. അതായത് ആൻഡപ്പൻ എന്റെ പേര്. അതോടെ ഞാനും ഇടങ്ങേറിലാവും. ഞാൻ പുറത്തിറങ്ങിയെന്നില്ലേ നാട്ടുകാരെ വിചാരിക്കും ഞാൻ നിന്നെ പിടിച്ചില്ലെങ്കിൽ നീ കിടന്ന് കരയുകയാണെന്ന്. ഇതാണ് ആൻഡപ്പന്റെ ഭാര്യ റോസിക്കുട്ടി. റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് താരമാകാൻ അരയും തലയും മുറുക്കി ഒരുങ്ങിയിരിക്കുകയാണ്. മൂത്ത മകൻ കാർത്തികൻ മാത്തുക്കുട്ടിയുടെ 1000 അഭ്യർത്ഥനകൾ. അതൊരു കഥനകഥയാണ്. റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന എന്റെ കഥാപ്രസംഗം കേൾക്കാൻ ഇന്നലെ ഒറ്റ പോലും വന്നില്ല. അയ്യോ അതല്ല, ഞാനാണ് കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വരുന്നത്. ആ കമ്മറ്റിക്കാരി പരസ്യം ചെയ്തില്ലാതെ അതേ പരസ്യം ചെയ്തില്ലേലും നീ വരുന്നത് എങ്ങനെയോ നീ കയറ്റണം. അതായിരിക്കും ആരും വരാത്തത്. ഇതാണ് ആൻഡപ്പന്റെ മൂത്ത മകൻ കാർത്തികൻ മാത്തുക്കുട്ടി. ഈ കുടുംബത്തിലെ മറ്റൊരു റിയാലിറ്റി താരം. എന്റെ കൺമുമ്പിൽ കണ്ടുപോയത് അവന്റെ ഒടുക്കത്തെ സിനിമാറ്റിക് ഡാൻസ്. എന്താ ചെയ്തത്? ഇന്ന് രാവിലെ ഞാൻ കുളിക്കാൻ കയറിയ നേരത്തെ ഇവൻ ഫയർ ഡാൻസിന്റെ റിഹേഴ്സലാണെന്ന് പറഞ്ഞ് മണ്ണെണ്ണ വായിലെടുത്തിട്ട് തീ ഊതി ഞാൻ അലക്കിയിട്ട് അതിന്റെ ആകെക്കൂടിയുള്ള 2 മുണ്ടുകൾ കത്തിച്ചു കളഞ്ഞ്. അറിയാമോ ഇതിന്റെ അടിപ്പാവടയാ. ഈ വന്നതാണ് ഈ വീട്ടിലെ ഇളയ താരം, സിനിമാറ്റിക് ഡാൻസുകാരൻ ജോണിക്കുട്ടി. ഇതും മറ്റൊരു റിയാലിറ്റി താരമാണ്. എന്റെ അമ്മച്ചേ നല്ല ഒന്നാമത് എഴുതുകാരിയാ. അമ്മച്ചി എഴുതാതെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പിന്നെ അതിപ്പോ എന്നാ വായിക്കാനാ? നിന്റെ തലയുടെ കഥ നാട്ടിൽ മൊത്തം പാട്ടല്ലേ? നിന്നെ കഴിക്കാൻ നോക്കിട്ട്
ഷോയിലെ സൂപ്പർ താരമാണ് എന്റെ കൂടെ ഡാൻസ് പഠിക്കാൻ പറ്റിയത് നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യം മാത്രമായിട്ട് കരുതവർ. ആദ്യമായി നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. 3, 4. മാഷിനെ കൊണ്ട് വീട്ടിൽ ഭാര്യ തുണിയലപ്പിക്കുന്ന ആക്ഷൻ ആണല്ലേ ഞങ്ങളെ ഡാൻസ് ആണെന്ന് പറഞ്ഞ് പഠിപ്പിക്കണത്. ഈ സ്റ്റെപ്പ് ഞങ്ങൾ അടിച്ച് തകർക്കും. 3, 4. ഇതെന്നാ കോപ്പറാണ് ഞങ്ങളുടെ പുതിയ സ്റ്റെപ്പാണ്. കോപ്പർ എടാ യുവിയാൻ കിഷോയുടെ കാര്യം പറഞ്ഞ് ചുമ്മാ കോപ്പറായ കാട്ടി നടക്കാതെ പല പണിക്ക് പോണ. അച്ഛാ, നാളെ എന്റെ കലാപുസ്തക മത്സരത്തിന്റെ ഫൈനലിലേക്കുള്ള സെലക്ഷനാ. അപ്പൊ ഇവരായ ഓർക്കസ്ട്രയുടെ ചെലവ് കൊടുക്കുവാനായിട്ട് ഞാൻ കൊണ്ടുവന്ന മിമിക്രിക്കാരാ. എടാ മാത്തുക്കുട്ടി, നിന്റെ കഥ ഇതുവരെ അമ്മച്ചി കേട്ടില്ലല്ലോടാ. നിങ്ങൾക്ക് വേണ്ടി കഥയുടെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതാ കിഴക്കേ ചക്രവാളത്തിൽ പ്രമാദം പൊട്ടിവിടുന്നത്. എടാ പൊന്നുപോലെ നീ കഥ പറ. ഇനി കഥയുടെ സുപ്രധാനമായ രംഗമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിന് നമ്മുടെ കഥാനായകൻ കഥാനായികയുമായി കണ്ടുമുട്ടുന്നു. ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ നായകന് സാധിക്കുന്നില്ല. നായകന്റെ കൂടെ പോകണോ അതോ തിരിച്ച് വീട്ടിലേക്ക് പോകണോ എന്നൊരു തീരുമാനമെടുക്കാൻ നമ്മുടെ നായകന് കഴിയുന്നില്ല. നായകന്റെ കൂടെ പോകണോ അതോ വീട്ടിലേക്ക് പോകണോ, വീട്ടിലേക്ക് പോകണോ അതോ നായകന്റെ കൂടെ പോകണോ. നായകന്റെ മനസ്സു വീട്ടിൽ വന്ന വഴിയിലെ അങ്ങനെ അവൻ ചിന്തിക്കുകയാണ്. നായകനെ കൂട്ടി വീട്ടിലേക്ക് പോകണോ അതോ ഒറ്റയ്ക്ക് പോകണോ, നായകനെ കൂട്ടി വീട്ടിലേക്ക് പോകണോ അതോ ഒറ്റയ്ക്ക് പോകണോ. അങ്ങനെ പ്രതിസന്ധിയിലായ നായകൻ ദുഃഖവാർത്താൽ പുഴയിലേക്ക് അടുത്ത് ഒറ്റ ചാട്ടം. വെള്ളത്തിൽ നിന്നും ഇങ്ങനെ മുങ്ങിപ്പോയിക്കൊണ്ട് അവൻ കരയിൽ നിൽക്കുന്ന നായികയെ നോക്കി പറഞ്ഞു. വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നവൻ കരയിൽ നിൽക്കുന്ന നായികയെ നോക്കി പറഞ്ഞു. നായികയെ നോക്കി പറഞ്ഞു. ഇവർ പങ്കെടുത്ത റിയാലിറ്റി ഷോയിലെ ഒരു കടുത്ത മത്സരത്തിന് ശേഷം എന്റെ പൊന്നമ്മ, റിയാലിറ്റി ഷോയിലെ എല്ലാ ഐറ്റത്തിലും ഞങ്ങൾ എല്ലാവരും ഫൈനലിലെത്തി. കേട്ടോ, ഞങ്ങളെല്ലാവരും ഫൈനലിലെത്തിയത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫ്ലാറ്റ് കിട്ടോ? ജയിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഫ്ലാറ്റ്. ഫൈനലിലെത്തിയിട്ട് എന്നാ കാര്യം? ജയിക്കണമെങ്കിൽ SMS കിട്ടണമല്ലോ. അതിനുള്ള വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതെന്താണ് ആ വഴിയൊന്ന് പറഞ്ഞു തന്നാട്ടെ. അടിച്ചോടിക്കണ അപ്പച്ചന്റെ കയ്യിൽ കാര്യം. എന്തിനാണ് അപ്പന്റെ കയ്യും കാലും തല്ലിയൊടിച്ചത്? അപ്പഴെ തല്ലി കയ്യും കാലും ഒടിച്ചാലേ റിയാലിറ്റി ഷോയിൽ കാണിക്കാനായിട്ട് ചാനലുകാർ വന്ന് ഷൂട്ട് ചെയ്യുമല്ലോ. അത് സ്ലോ മോഷനിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുമായി TV കാണിക്കുമല്ലോ. അതെന്തിനാ? അപ്പൊ ജനങ്ങൾ മൊത്തം കണ്ട് ഞങ്ങളോട് സെന്റിമെന്റ്സ് അടിച്ച് SMS ചെയ്യുമല്ലോ. അപ്പൊ SMS കിട്ടി ജയിച്ച് എല്ലാവർക്കും ഫ്ലാറ്റ് കിട്ടുമല്ലോ. പ്രിയമുള്ളവരെ, കലാകാരന്മാരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സഹതാപങ്ങളും വിറ്റ് കാശാക്കുന്ന ഇവിടുത്തെ ചാനലുകളിൽ തലകാട്ടാൻ ആക്രാന്തം കാണിക്കുന്നവരോട് എന്റെ കുടുംബത്തിന് ഇനി എന്താണ് പറയാനുള്ളത്?